ഫ്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ HSA ഡ്രോയിങ്ങിന്റെ 50 ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമുക്കറിയാം HSA ഡ്രോയിങ്ങിന്റെ എക്സാം ഡേറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഏകദേശം ഒരു 50 ചില്ലാനം ഡേയ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ലേ. അപ്പോൾ HSA ഡ്രോയിങ് ടീച്ചർ ആയിക്കൊണ്ട് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, സ്വപ്നം കാണുന്നവർക്ക് അത് യാഥാർത്ഥ്യമാക്കാനുള്ള ദിവസങ്ങളാണ് ഇനി നമുക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഇപ്പൊ ഇതുവരെ സിലബസ് നമുക്ക് എന്തായാലും PSC തന്നിട്ടുണ്ട്, ഡ്രോയിങ്ങിന്റെ ഉണ്ട്, GK ഉണ്ട്. പക്ഷെ ഇതുവരെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാതെ ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്നവരുണ്ട് അല്ലെ. ഇനി പഠിച്ചാൽ തീരുമോ, കഴിയുമോ എന്നൊക്കെ ഉള്ള ഒരു വിഷമത്തിലിരിക്കുന്നവർ, സിലബസ് തുടങ്ങാത്തവര്, സിലബസ് കംപ്ലീറ്റ് ചെയ്ത ഒരു റിവിഷനെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടി കൃത്യമായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 50 ദിവസം ഇനി വരുന്ന ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായ ടാസ്ക് എന്ന് പറയാം. പലപ്പോഴും പല ആളുകൾക്കും അത് പറ്റാറില്ല. പക്ഷെ ഇനിയുള്ള ഡേയ്സ് ഫോളോ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സിലബസ് തീർക്കുവാനും പരീക്ഷ നല്ല രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് എന്ത് ചെയ്യും സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ സ്റ്റഡി പ്ലാൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 2 മുതലാണ്. മാർച്ച് 2 മുതലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ സ്റ്റഡി പ്ലാൻ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ തീരുമാനിക്കുക, ശരി മാർച്ച് 2 മുതൽ ഞാൻ എൻ്റെ പഠനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇന്നും നാളെയും പഠിക്കാൻ സമയമുള്ളവർ പഠിച്ചോട്ടെ, അത് വേറെ കാര്യം. ഞാൻ മാർച്ച് 2 മുതൽ പഠിക്കുള്ളൂ എന്ന് വെച്ച് അലസതയോട് മാറിയിരിക്കേണ്ട കാര്യമില്ല. പക്ഷേ മാർച്ച് 2 മുതൽ ഈ സിലബസ് ഞാൻ ഫോളോ ചെയ്യും എന്നുള്ളത് തീരുമാനം എടുക്കാം. അപ്പൊ സിലബസിന്റെ ആ സ്റ്റഡി പ്ലാനിന്റെ ഡേയ്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിയേ, മാർച്ച് 2 മുതൽ 4 വരെ നിങ്ങൾ പഠിക്കേണ്ടത് മൊഡ്യൂൾ 1 ആണ്. ഏകദേശം 9 മൊഡ്യൂളാണ് നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ പഠിക്കാനുള്ളത്. അതിൽ മൊഡ്യൂൾ 1 ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഏതാണ്? എലമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് വിഷ്വൽ ആർട്ട് എന്ന് പറയുന്ന ഭാഗമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതുപോലെ GK നിങ്ങൾ ലിറ്റററി ഫിഗേഴ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം, ലെവൽ 11 മുതൽ 12 വരെ. അത് ചെറിയൊരു ഭാഗമാണ്. ഈ ക്ലാസിന്റെ എണ്ണം കണ്ട് നിങ്ങൾ പേടിക്കണ്ട. ഒരു ക്ലാസ് അരമണിക്കൂറോ അത് താഴെയൊക്കെ ഉള്ള വരുന്നുള്ളൂ. അത് മാത്രമല്ല, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് കോഡ് കണക്ട് ചെയ്തിട്ടും ആ ലിറ്റററി ഫിഗേഴ്സിൽ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഈ 2 മുതൽ 4 വരെ കൃത്യമായിട്ട് ഇത് തീർക്കുവാനുള്ളതാണ്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് തീർക്കുവാനുള്ളതാണ് കേട്ടോ. ഇനി മാർച്ച് 5 മുതൽ 7 വരെ, മാർച്ച് 5 മുതൽ 7 വരെ നിങ്ങൾ തീർക്കേണ്ടത് എന്താണ്? മൊഡ്യൂൾ 2 ആണ് കേട്ടോ. മൊഡ്യൂൾ 2 ആണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് വിഷ്വൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് മൊഡ്യൂൾ 2 നമുക്ക് വരുന്നത്. അവിടെ നമുക്ക് GK വരുന്നത് എന്താണ്? സോഷ്യോ റിലീജിയസ് ആണ്, അവേക്കിംഗ് മൂവ്മെന്റ് ആണ്. അത് ലെവൽ 1, 2, 3, അതുപോലെ 28 മുതൽ 32 വരെ ഒരു 6-7 ക്ലാസ്സസ് ആണ് നമ്മുടെ വരുന്നത്. അപ്പൊ ഈ മൊഡ്യൂൾ 1 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടി ഒരു എക്സാം കൂടി മാർച്ച് 4 അവിടെ നടത്തുന്നുണ്ട് കേട്ടോ. മാർച്ച് 4 ഒരു എക്സാം ഉണ്ടാകും. ആ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു എന്നുള്ളത്. അതേപോലെ തന്നെ ഈ 2ാമത്തെ മൊഡ്യൂളിലും മാർച്ച് 7 എൻഡ് ആകുമ്പോൾ മാർച്ച് 7 ഒരു എക്സാം അവിടെ വരുന്നുണ്ട്. ദെൻ മാർച്ച് 8 മുതൽ 10 വരെ മൊഡ്യൂൾ 3 ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതവിടെ പ്രീ ഹിസ്റ്റോറിക് ആർട്ട് മുതലുള്ള ആ ഒരു കാലഘട്ടത്തെ സംഭവങ്ങളാണ് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു സിലബസ് ആണ്. അതുപോലെ തന്നെ GKയുടെ ഭാഗത്ത് സ്ട്രഗിൾസ് ആണ് വരുന്നത്. ലെവൽ 4 മുതൽ 10 വരെയുള്ള സ്ട്രഗിൾസ് വളരെ അത്ര പ്രയാസമില്ലാത്ത, അവിടെയും കോഡൊക്കെ നമ്മൾ പറയുന്നുണ്ട്, അത്യാവശ്യം കോഡ് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് GK അവിടെ വരുന്നത്. സോ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ. നിങ്ങൾക്ക് പറ്റുന്നതാണ്. അത്രയും വലിയ ടോപ്പിക്കുകൾ അവിടെ വരുന്നില്ല. പിന്നെ മാർച്ച് 10-ാം തീയതി അവിടെ ഉണ്ട് എക്സാം അവിടെ വരുന്നുണ്ട്, 7:30-നാണ്. സോ ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് താഴേക്ക് പ്ലാൻ ചെയ്യുന്നൊരു സ്റ്റഡി പ്ലാൻ ഉള്ളത്. അതിൽ ഫസ്റ്റ് നമ്മുടെ റിവിഷൻ ഏകദേശം ഒരു 30 ദിവസത്തിനടുത്ത് ഫസ്റ്റ് റിവിഷൻ തീരും. അവിടെ ഈ പറഞ്ഞ ടോപ്പിക് അനുസരിച്ച് എക്സാമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി എങ്ങനെ പഠിക്കണം എന്നുള്ള രൂപത്തിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് റിവിഷൻ വീണ്ടും ആരംഭിക്കുകയാണ്. കാരണം എത്രത്തോളം നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്നു അത്രത്തോളം നല്ലതാണ്. വീണ്ടും അവിടെ നമ്മൾ ടോപ്പിക് ഇടുന്നു. അവിടെ ലൈവ് ഡിസ്കഷൻ ഉണ്ട്. ലൈവ് ആയിട്ടുള്ള ഡിസ്കഷൻ അവിടെ വരും. അതുപോലെ തന്നെ എക്സാംസ് വരും. പിന്നെ മോഡൽ OMR എക്സാംസ്. കാരണം OMR എക്സാംസിലാണ് നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഒരുപാട് കുട്ടികൾക്ക് വളരെ അബദ്ധങ്ങൾ പറ്റുന്നതാണ്. അപ്പോൾ ഇത് മോഡൽ എങ്ങനെ OMR-ൽ തന്നെ, OMR ആണെങ്കിൽ, ഇനി ഓൺലൈൻ എക്സാം ആണെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്താൽ മതിയാകും. പക്ഷെ OMR ആണ് എങ്കിൽ കൃത്യമായിട്ട് OMR കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് പോകണം. ആ രൂപത്തിൽ എക്സാമിന്റെ ആ കൂൾ ഡേ വരെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു 50 ദിവസത്തെ
സ്റ്റഡി പ്ലാൻ ആണ് HSA ഡ്രോയിങ്ങുകാർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ക്രാഷ് ബാച്ച് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഒരു ക്രാഷ് ബാച്ച് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് പഠിക്കുവാൻ, ഇതിനുള്ള ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. ഈ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് കൊണ്ടുള്ള ക്ലാസ്സസും അതേപോലെ തന്നെ അവിടെ ലെവൽ എക്സാംസും പിന്നെ അതുപോലെ തന്നെ മോഡൽ എക്സാംസും മോഡൽ OMR എക്സാംസും ഒക്കെ നമ്മൾ അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ നടക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 2 റിവിഷൻ നിങ്ങൾക്ക് കിട്ടും. ഇത് കഴിഞ്ഞാൽ സെക്കൻഡ് റിവിഷൻ കൂടി നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പൊ പഠിക്കാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കവർ ചെയ്തു പോകാം. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അവരെന്ത് ചെയ്യാം, ഈ ഒരു ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അതിൽ ഒറ്റയ്ക്ക് നിങ്ങൾക്ക് പഠിച്ചാൽ മുന്നേറുമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം കേട്ടോ. എന്തായിരുന്നാലും മനസ്സിലാക്കുക, HSA ഡ്രോയിങ്ങുകാർക്ക് ഈ ഒരു പരീക്ഷ ഒരു അവസരമാണ്. അത് യോഗ്യത നേടിയിട്ടുള്ള ആൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി സ്റ്റഡി പ്ലാൻ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് തരുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് എന്താ ഇങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ എല്ലാവരും മുന്നോട്ട് പോകല്ലേ? റെഡി അല്ലേ? ഓക്കെ, റെഡിയാണ്. അപ്പോൾ സെറ്റായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസും ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.